ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ക്രോപ്പിംഗ് സീസൺസ്, ഫുഡ് ക്രോപ്സ് എന്നുള്ള ഭാഗമാണ്. 3 ഡിഫറെൻറ്റ് ക്രോപ്പ് സീസൺസാണ് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത്. ഒന്ന് ഖാരിഫ്, സെക്കൻഡ് റാബി, തേർഡ് സെയ്ദ്. കേരളത്തിലുള്ള സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ടൈമിലാണ് ഖാരിഫ് സീസൺ വരുന്നത്. ട്രോപ്പിക്കൽ ക്രോപ്സ് ആയിട്ടുള്ള റൈസ്, കോട്ടൺ, ജൂട്ട്, ബാജ്റ, ജോവർ, ഷുഗർ കെയിൻ, ഗ്രൗണ്ട് നട്ട്, തുർദാൽ ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഖാരിഫ് സീസണിലാണ്. റാബി സീസൺ തുടങ്ങുന്നത് ഒക്ടോബർ ടു നവംബർ, അതായത് വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ് ടൈം തൊട്ട് മാർച്ച് ടു ഏപ്രിൽ ആ സമയം വരെയുള്ള സമയത്താണ്. ആ സമയത്ത് ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പറേറ്റ് ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്രോപ്സിൻ്റെ കൾട്ടിവേഷന് ഇത് ഗുണകരമാണ്. വീറ്റ്, ബാർലി, ടുബാക്കോ, ഗ്രാം ഇതൊക്കെയാണ് റാബി സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. റാബി സീസൺ നടുന്ന ക്രോപ്സിൻ്റെ ഹാർവെസ്റ്റിങ്ങിന് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഷോർട്ട് ഡ്യൂറേഷൻ സമ്മർ ക്രോപ്പിംഗ് സീസണാണ് സെയ്ദ് എന്ന് പറഞ്ഞാൽ. വാട്ടർമെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ്, പിന്നെ ഫോഡർ ക്രോപ്സൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഈ സീസണിലാണ്. പക്ഷേ ഇന്ത്യയുടെ സദേൺ പാർട്സിൽ ഈ ക്രോപ്പിംഗ് സീസൺ, ഈ സെയ്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രോപ്പിംഗ് സീസൺ ഇല്ല. കാരണം അവിടെ ടെമ്പറേച്ചർ ഈ സമയത്ത് ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഡിസ്റ്റിങ്ഷൻ വരുന്നില്ല. ഇന്ത്യയിലുള്ള ഖാരിഫ്, റാബി, സെയ്ദ് ക്രോപ്പ് സീസൺ എങ്ങനെയാണ് വരുന്നതെന്നും അതിലേതൊക്കെ ഏതൊക്കെ ഐറ്റംസാണ് ഓരോ ടൈമിലും കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫാമിങ്ങിനെ കുറിച്ചാണ്. അതായത് വാട്ടറിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ മോയ്സ്ചർ നനവിൻ്റെ സോഴ്സ് അനുസരിച്ച് ഫാമിങ്ങിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇറിഗേറ്റഡ് ഫാമിങ്ങും ഒന്ന് റെയിൻഫെഡ് ഇറിഗേഷൻ ഫാമിങ്ങും. അതായത് ഇറിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ നനച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വാട്ടർ എടുത്തിട്ട് എവിടെന്നെങ്കിലും വെള്ളം നമ്മൾ നനച്ച് കൊടുക്കുകയാണ് ആർട്ടിഫിഷ്യലായിട്ട്. മറ്റ് റെയിൻഫെഡ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പ്രോസസ്സാണ്. അതായത് മഴയുള്ള ടൈമിലായിരിക്കും ഇറിഗേഷൻ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മഴ പെയ്തിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഇറിഗേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇറിഗേഷൻ കൊടുക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഇറിഗേഷൻ അഗ്രികൾച്ചറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൊട്ടക്റ്റീവ് ഇറിഗേഷനും ഒന്ന് പ്രൊഡക്റ്റീവ് ഇറിഗേഷനും. ഫസ്റ്റ് പ്രൊട്ടക്റ്റീവ് ഇറിഗേഷൻ. പ്രൊട്ടക്റ്റീവ് ഇറിഗേഷൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോയിലിൽ വെള്ളത്തിൻ്റെ അംശം കുറയുന്ന സമയത്ത് ക്രോപ്സിന് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട്, അതായത് വാടിപ്പോവാം, കറക്റ്റായിട്ടുള്ള ഗ്രോത്ത് നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസിനെ ക്രോപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റീവ് ഇറിഗേഷൻ നടത്തുന്നത്. അതായത് നമ്മുടെ റെയിൻഫോൾ എന്ന് പറഞ്ഞ സോഴ്സിൽ നിന്നും അഡീഷണലായിട്ട് എന്തെങ്കിലും വെള്ളത്തിൻ്റെ ആവശ്യം വന്നാൽ ഇറിഗേഷൻ കൊടുക്കുക എന്നുള്ളത്. അതായത് മാക്സിമം ആ ഏരിയയുടെ മാക്സിമം സോയിൽ മോയ്സ്ചറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റീവ് ഇറിഗേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രൊഡക്റ്റീവ് ഇറിഗേഷൻ. പ്രൊഡക്റ്റീവ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ പ്രൊഡക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ക്രോപ്പിംഗ് സീസണിൽ സഫിഷ്യൻറ്റ് സോയിൽ മോയ്സ്ചർ കിട്ടാൻ വേണ്ടി ഇറിഗേഷൻ കൊടുക്കുന്ന പ്രൊസീജിയറിനെയാണ് പ്രൊഡക്റ്റീവ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അവിടെ ഇൻ സച്ച് ഇറിഗേഷൻ വാട്ടർ ഇൻപുട്ട് പെർ യൂണിറ്റ് ഏരിയ ഓഫ് കൾട്ടിവേറ്റഡ് ലാൻഡ് ഈസ് ഹയർ ദാൻ പ്രൊട്ടക്റ്റീവ് ഇറിഗേഷൻ. പ്രൊട്ടക്റ്റീവ് ഇറിഗേഷനിൽ നമ്മൾ ഒരു യൂണിറ്റ് ഏരിയയിൽ കൊടുക്കുന്ന വെള്ളത്തിനേക്കാൾ കൂടുതലായിരിക്കും പ്രൊഡക്റ്റീവ് ഇറിഗേഷൻ്റെ കേസിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ വാട്ടർ കൊടുക്കുന്നത്. റെയിൻഫെഡ് ഫാമിങ്ങിനെ രണ്ടായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ലാൻഡ് ഫാമിങ്ങും സെക്കൻഡ് വെറ്റ് ലാൻഡ് ഫാമിങ്ങുമാണ്. ഡ്രൈ ലാൻഡ് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ റെയിൻഫോള് 75 സെൻറ്റിമീറ്ററിൽ കുറവ് വരുന്ന സ്ഥലങ്ങളിലാണ് ഡ്രൈ ലാൻഡ് ഫാമിംഗ് ചെയ്യുന്നത്. ഹാർഡായിട്ടുള്ള ഡ്രോട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് ആയിട്ടുള്ള റാഗി, ബജ്റ, മൂങ്ക്, പിന്നെ ഗ്രാം, ഗുവാർ അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് ഈ ഭാഗത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോയിൽ മോയ്സ്ചർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനുള്ള പല മെഷേഴ്സും ഈ ഭാഗത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ഇൻ വെറ്റ്ലാൻഡ് ഫാമിങ്ങിൽ റെയിൻ വാട്ടർ കൂടുതലാണ്. അപ്പോൾ സോയിൽ മോയ്സ്ചർ നമുക്ക് ആവശ്യത്തിന് ഉള്ളതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ
ഫ്ലഡും സോയിൽ എറോഷൻ ഹസാർഡ്സും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഭാഗത്ത് വാട്ടർ കൂടുതൽ ആവശ്യമായിട്ടുള്ള റൈസ്, ജൂട്ട്, ഷുഗർ കെയിൻ ഒക്കെ വളർത്തുന്നുണ്ട്. അവിടെ അക്വാ കൾച്ചർ, ഫ്രഷ് വാട്ടർ ബോഡീസിൽ മീൻ വളർത്തൽ ആണ് അക്വാ കൾച്ചർ. മീൻ വളർത്തൽ നടത്താറുണ്ട്. ഇന്ത്യയിലെ അഗ്രികൾച്ചർ ക്രോപ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഫുഡ് ക്രോപ്സും രണ്ടാമത്തത് ക്യാഷ് ക്രോപ്സും. ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഫുഡായിട്ട് യൂസ് ചെയ്യാവുന്നത്. പക്ഷേ ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്രോപ്സിനെയാണ് ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. മേജർ ഫുഡ് ക്രോപ്സ് ഏതൊക്കെയാണ്? റൈസ്, വീറ്റ്, മെയ്സ്, ബാർലി, മില്ലറ്റ്, പൾസസ് അതൊക്കെയാണ്. ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ കോട്ടൺ, ജൂട്ട്, ടീ, കോഫി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അഗ്രികൾച്ചർ എന്ന വാക്ക് ലാറ്റിൻ വേർഡ്സായ അഗർ, കൾച്ചർ എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. The word agar means land and the word culture means cultivation. അങ്ങനെ ലാൻഡും കൾട്ടിവേഷനും ഈ രണ്ട് വാക്കുകൾ കൊണ്ടാണ് അഗ്രികൾച്ചർ എന്ന വാക്ക് ഫോം ചെയ്തത്. ഫുഡ് ക്രോപ്സ് ഇന്ത്യയുടെ തന്നെ ക്രോപ്പ് കൃഷി ചെയ്യുന്ന ഏരിയയുടെ 2/3 ഫുഡ് ക്രോപ്സാണ് നട്ടേക്കുന്നത്. അതിൽ ഗ്രെയിൻസിൻ്റെ സൈസ് അനുസരിച്ച് സിറിയൽ, പൾസസ് എന്നീ ടൈപ്പ് ഫുഡ് ഗ്രെയിൻസ് ഉണ്ട്. അതിൽ സിറിയൽസാണ് 54% കൃഷി ചെയ്യുന്നത്. ലോകത്തിൽ സിറിയൽസ് ഉണ്ടാക്കുന്ന രാജ്യങ്ങളിൽ 11% സിറിയൽസ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതായത് സിറിയൽസിൻ്റെ പ്രൊഡക്ഷനിൽ തേർഡായിട്ട് നിൽക്കുന്നത് ഇന്ത്യയാണ്. ഫസ്റ്റ് വരുന്നത് ചൈന, സെക്കൻഡ് USA, തേർഡ് ഇന്ത്യ. ഇന്ത്യയിൽ പല ടൈപ്പ് ഓഫ് സിറിയൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് മൃദുധാന്യങ്ങൾ, പരുക്കൻ ധാന്യങ്ങൾ. മൃദുധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫൈൻ ഗ്രെയിൻസും കോഴ്സ് ഗ്രെയിൻസും. ഫൈൻ ഗ്രെയിൻസിന് എക്സാമ്പിൾ റൈസ്, വീറ്റ് എന്നിവയാണ്. കോഴ്സ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ജോവർ, മജ്റ, മെയ്സ്, റാഗി അതുപോലുള്ളവ. ഫൈൻ ഗ്രെയിൻസ് ആയിട്ടുള്ള റൈസിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ്റെയും സ്റ്റേപ്പിൾ ഫുഡാണ്. അതായത് മെയിൻ ഫുഡാണ്. നമ്മുടെ ഇന്ത്യയിൽ ക്രോപ്ഡ് ഏരിയ, അതായത് കൃഷി ചെയ്യുന്ന ഏരിയകളിൽ 1/4 ഏരിയയിലും റൈസാണ് കൃഷി ചെയ്യുന്നത്. റൈസ് ഒരു ഖാരിഫ് ക്രോപ്പാണ്. അലൂവിയൽ സോയിലാണ് റൈസ് കൾട്ടിവേഷന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ. ട്രോപ്പിഡ് ഹ്യൂമിഡ് ഏരിയാസിലാണ് റൈസ് അല്ലെങ്കിൽ നെല്ലിൻ്റെ കൃഷി നടക്കുന്നത്. ഹൈ ടെമ്പറേച്ചറും അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ടെമ്പറേച്ചറും 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ റെയിൻഫോൾ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് റൈസ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ നെല്ലിൻ്റെ കൃഷി നടക്കുന്നത്. പല റിവർ വാലീസിലും കോസ്റ്റൽ പ്ലെയിൻസിലുമാണ് റൈസ് കൾട്ടിവേഷൻ നടക്കുന്നത്. നോർത്തേൺ പ്ലെയിൻസിൽ റൈസ് കൾട്ടിവേഷൻ ലാർജ് സ്കെയിലിൽ നടക്കുന്നുണ്ട്. സീ ലെവലിൽ തൊട്ട് 2000 മീറ്റർ ഓൾട്ടിറ്റ്യൂഡ് വരെ ഉള്ള പ്രദേശങ്ങളിലും റൈസ് കൾട്ടിവേഷൻ സക്സസ്ഫുള്ളായിട്ട് നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഹ്യൂമിഡ് ഏരിയാസിൽ, ഈസ്റ്റ് ഇന്ത്യയിലുള്ള ഹ്യൂമിഡ് ഏരിയാസ് തൊട്ട് ഇറിഗേറ്റഡ് ഏരിയാസ് ആയിട്ടുള്ള പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ UP, നോർത്തേൺ രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലും റൈസ് കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം ലോകത്ത് തന്നെ റൈസ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് വരുന്നത് ചൈനയാണ്, സെക്കൻഡ് ഇന്ത്യയാണ്. ഇന്ത്യൻ സ്റ്റേറ്റ്സുകളിൽ ഏറ്റവും കൂടുതൽ റൈസ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ നെല്ലിൻ്റെ കൃഷി നടക്കുന്നത് തെലങ്കാനയിലാണ്, സെക്കൻഡ് ഉത്തർപ്രദേശ്, തേർഡ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൽ ഫാമേഴ്സ് 3 തരത്തിലുള്ള നെല്ലുകളാണ് കൃഷി ചെയ്യുന്നത്. ഓസ്, അമൻ, ബോറോ. പിന്നെ ഇന്ത്യയിലുള്ള മേജർ റൈസ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ തെലങ്കാന, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, ബീഹാർ, ആസാം, ഒഡീഷ, കേരള. ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും വെസ്റ്റ് ബംഗാളിലും ഒരു വർഷത്തിൽ 2-3 തവണ നെല്ലിൻ്റെ കൃഷി നടക്കുന്നുണ്ട്. കുട്ടനാടാണ് ഇന്ത്യയിൽ തന്നെ സീ ലെവലിൽ താഴെയുള്ള റൈസ് അല്ലെങ്കിൽ നെൽകൃഷി നടക്കുന്ന പ്രദേശം. റൈസ് ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ് ആന്ധ്രാപ്രദേശിൽ. റൈസ് ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണെങ്കിൽ റൈസ് ബൗൾ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് കുട്ടനാട്. ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് സെൻറ്റർ വരുന്നത്
മാനിലയാണ്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ഒഡീഷയിലെ കട്ടക്കിലാണ്. റൈസ് റിസർച്ച് സെൻറ്റേഴ്സ് ഇൻ കേരള പട്ടാമ്പി, മാങ്കൊമ്പ്, കായംകുളം, വൈറ്റില. അങ്ങനെ 4 റൈസ് റിസർച്ച് സെൻറ്റേഴ്സാണ് കേരളത്തിലുള്ളത്. ഫേമസ് അരോമാറ്റിക് റൈസ് ഓഫ് ഇന്ത്യ ബസ്മതി. പിന്നെ റൈസിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ ഒറൈസ സറ്റൈവ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീറ്റിൻ്റെ കാര്യങ്ങളാണ്. വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ റൈസ് കഴിഞ്ഞാൽ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സിറിയൽ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വീറ്റാണ്. ഇന്ത്യയുടെ മൊത്തം കൃഷി നടക്കുന്ന പ്രദേശങ്ങളിൽ 14% വീറ്റ് കൾട്ടിവേഷനാണ് നടക്കുന്നത്. റൈസിൻ്റെ കാര്യത്തിൽ 25% ആയിരുന്നു പറഞ്ഞത്. വീറ്റ് 14% ആണ്. വീറ്റ് ഒരു റാബി ക്രോപ്പാണ്. അത് ടെമ്പറേറ്റ് സോണിലാണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. 10 ഡിഗ്രി സെൽഷ്യസ് ടു 26 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും 75 സെൻറ്റിമീറ്റർ റെയിൻഫോളുമുള്ള ഏരിയകളിലാണ് വീറ്റ് കൾട്ടിവേഷൻ നടക്കുന്നത്. വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള അലുവിയൽ സോയിലാണ് വീറ്റ് കൾട്ടിവേഷൻ ഏറ്റവും ബെസ്റ്റ്. 85% ഓഫ് ദ ടോട്ടൽ ഏരിയ ഈ ക്രോപ്പിന് വരുന്നതും നോർത്ത് ഏരിയയിലാണ്. അതുപോലെ തന്നെ കൺട്രിയുടെ സെൻട്രൽ റീജിയൻസിലുമാണ്. ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ, മാൽവ പ്ലാറ്റ്യൂ, പിന്നെ ഹിമാലയാസ് ആ ഭാഗത്തൊക്കെയാണ്. അതായത് ഒരു 2700 മീറ്റർ ഓൾട്ടിറ്റ്യൂഡ് വരെ വീറ്റ് കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യ മറ്റേ റൈസ് കൾട്ടിവേഷൻ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡാണ് വീറ്റ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും. ഇതിലും ഫസ്റ്റ് വരുന്നത് ചൈനയാണ്. പിന്നെ വീറ്റ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് വരുന്നത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ഇതൊക്കെയാണ്. ഉത്തർപ്രദേശാണ് ലാർജസ്റ്റ് വീറ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഗ്രാനറി എന്നറിയപ്പെടുന്നത് പഞ്ചാബ്, ഗ്രാനറി ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് തഞ്ചാവൂർ. വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് ട്രിഷിക്കം ഏസ്റ്റിവം എന്നുള്ളതാണ്.